നാടകങ്ങളിലേക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ എത്തിയിരുന്നു, താല്പര്യമായിരുന്നു. ഞാൻ പഠിച്ചത് കോഴിക്കോട് സാമൂതിരി ഹൈസ്കൂളിലായിരുന്നു. അവിടെ 5ാം ക്ലാസ്സിൽ മുതൽ തന്നെ ഞാൻ നാടകം അഭിനയിച്ച് തുടങ്ങിയിരുന്നു. അവിടെ എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു, താജുദ്ദീൻ എന്ന് പറഞ്ഞു, അവിടുത്തെ ഒരു ആസ്ഥാന നാടകക്കാരൻ അന്നത്തെ ഞങ്ങളെ ക്ലാസ്സിൽ. അപ്പോൾ ജൂൺ 1-ാം തീയതി സ്കൂൾ തുറക്കുമ്പം കയ്യിലൊരു സ്ക്രിപ്റ്റുമായിട്ട് വരുന്നൊരു താജുദ്ദീൻ. അന്ന് തന്നെ തുടങ്ങും ഞങ്ങൾ റിഹേഴ്സൽ, അന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. സാധാരണ കുട്ടികൾ സെപ്റ്റംബറിലൊക്കെയാണ് യൂത്ത് ഫെസ്റ്റിവൽ വരിക, അപ്പോൾ അതിൻ്റെ ഒരു മാസം മുന്നേക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പക്ഷേ താജു ജൂൺ 1-ാം തീയതി അടുത്ത വർഷത്തെ നാടകത്തും പ്ലാൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ അവൻ്റെ മുന്നിൽ നമ്മളെ നമ്പറുകൾ കാണിക്കുക, നാടകത്തിലേക്ക് സെലക്ട് ചെയ്യപ്പെടാൻ വേണ്ടിയുള്ള കളികളൊക്കെ കളിക്കുക. അങ്ങനെയായിരുന്നു. അങ്ങനെ നാടകത്തിലെത്തിപ്പെട്ടു. പിന്നെ ആ ടീം ഞങ്ങൾ വളരെ സജീവമായിട്ട് മുന്നോട്ട് പോയി ഒരു 10ാം ക്ലാസ് വരെയൊക്കെ തന്നെ. അവിടെ നിന്നാണ് തുടങ്ങിയതാണ്. പിന്നെ സത്യത്തിൽ ജയപ്രകാശ് കുളൂരിനെ കാണുമ്പോഴാണ്, അദ്ദേഹത്തിൻ്റെ എത്തിപ്പെടുമ്പോഴാണ് നാടകം, അതിന് മുന്നേ നമ്മൾ നാടകം കളിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ കളിച്ചത് എന്താണെന്നൊക്കെ തിരിച്ചറിയുന്നതും എങ്ങനെയാണ് ഇനി അങ്ങോട്ട് കളിക്കേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നതും ഒക്കെ അദ്ദേഹത്തിന് എത്തിപ്പെട്ട ശേഷമായിരുന്നു. എബക്സ് എരഞ്ഞിക്കൽ എന്ന് പറഞ്ഞ എരഞ്ഞിക്കലൊരു യങ് ബഡ്സ് ഓഫ് എരഞ്ഞിക്കൽ കൾച്ചറൽ സൊസൈറ്റി, അതാണ് അതിൻ്റെ ഷോർട്ട് ഫോമാണ് എബക്സ്. ആ എബക്സിലൊരു ആർട്ടിസ്റ്റായിട്ട് എത്തിപ്പെടുകയാണ്. എബക്സുമായിട്ട് ഞാൻ സഹകരിച്ചിരുന്നു. അപ്പോൾ എബക്സിലുണ്ടായിരുന്ന കുറേ, ഞങ്ങൾ എബക്സിലെ നാടക പ്രവർത്തനം സജീവമായിരുന്നു. എബക്സ് നാടകത്തിൽ വളരെ സജീവമായൊരു സംഘം ഉണ്ടായിരുന്നു കോഴിക്കോട്ടെ. അപ്പോൾ എബക്സിൽ നിന്നാണ് കുളൂർ സാറിൻ്റെ അടുത്തേക്ക് എത്തിപ്പെടുന്നത്. ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഒരു 10-22 ആളുകളുണ്ടായിരുന്നു. പക്ഷെ സാറിൻ്റെ രീതി എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയായിരുന്നു. സാർ അങ്ങനെ വളരെയധികം സമയമെടുത്ത് അങ്ങനെയൊക്കെ താല്പര്യമുള്ളവർ നിന്നാൽ മതി, മാക്സിമം ആൾക്കാരെ എങ്ങനെ പുറത്താക്കാം എന്നൊക്കെയുള്ള രീതി, എന്നിട്ടും താല്പര്യമുള്ളവൻ നിന്നാൽ മതി എന്ന് പറയുന്നൊരു രീതിയായിരുന്നു. ആ 22 ആളുകളിൽ നിന്ന് ഞങ്ങൾ 2 ആൾക്കാരായി മാത്രം മാറുകയാണ്. അങ്ങനെയാണ് അപ്പുണ്ണികൾ ഉണ്ടാകുന്നത്. അത് കാണുമ്പോൾ അതിപ്പം കണ്ടതാണെന്ന് തോന്നും, ഇപ്പം പറഞ്ഞതാണെന്ന് തോന്നും. പക്ഷേ സത്യത്തിൽ അത് വെൽ പ്ലാൻഡാണ്, റിഹേഴ്സൽ ഇംപ്രവൈസ് ചെയ്ത് കഴിഞ്ഞൊരു സാധനമാണ്. പക്ഷേ ഏതൊരാൾക്കും അല്ല, അത് അവരിപ്പം പറഞ്ഞതാണ് അതെന്ന് തോന്നുന്ന രീതിയിലാണ് അതിൻ്റെ ഇത് വന്നത്. അങ്ങനെയാണ് അപ്പുണ്ണികളുടെ റേഡിയോ വന്നത്. അതിനുശേഷം അപ്പുണ്ണികളുടെ നാളെ, ഈ 2 നാടകങ്ങൾ കൂടി ഒരു 3500ഓളം വേദികൾ ഇന്ത്യക്കകത്തും പുറത്തും ഒരു 12 വർഷത്തിനുള്ളിൽ. പിന്നെ അതുകൂടാതെ മറ്റു നാടകങ്ങൾ, ശാന്തൻ്റെ നാടകങ്ങൾ, അങ്ങനെ ഒരുപാട് നാടകങ്ങൾ. അങ്ങനെ ഒരു 25 വയസ്സ് വരെയൊക്കെ ഞാൻ പല ജോലികളും ചെയ്തിട്ടുണ്ട്. ഒരു 25 വയസ്സ് മുതൽ ഞാൻ മറ്റൊരു ജോലിയും ചെയ്തിട്ടില്ല. 25ാമത്തെ വയസ്സിലാണ് എൻ്റെ കല്യാണം കഴിയുന്നത്. അതിനുശേഷം ഞാൻ വേറെ ജോലിയൊന്നും ചെയ്തിട്ടില്ല. കാരണം ഇത് തന്നെ ചെയ്യുള്ളൂ, ഇതിൽ തന്നെ ജീവിക്കും. ഇതുകൊണ്ടുണ്ടാക്കുന്ന ഒരു ലൈഫ്, ഇതുകൊണ്ടുണ്ടാക്കുന്ന ഏറ്റവും രസകരമായൊരു ജീവിതം, അതായിരുന്നു ലക്ഷ്യം. അഭിനയം കൊണ്ട് അങ്ങനെയാണ് അത് തന്നെ ചെയ്യാൻ തീരുമാനമെടുക്കുന്നത്. അപ്പോൾ അത് ഈ അപ്പുണ്ണികൾ നമ്മൾ നിരന്തരമായിട്ട് ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ലോകം മുഴുവനുള്ള മലയാളികളാണ് കൂടുതൽ കാണുന്നത്, കാരണം മലയാളത്തിലുള്ള നാടകമായിരുന്നു. പക്ഷേ ഒരു ആദ്യത്തെ സ്റ്റേജ് കോഴിക്കോട് നടക്കാവിൽ 100 രൂപയ്ക്ക് തുടങ്ങിയൊരു ഇതായിരുന്നു. അത് ഞങ്ങൾ പണം പറഞ്ഞിട്ടില്ലായിരുന്നു അതിന്. അത് പിന്നീട് എത്രയോ പണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്നേഹത്തിൻ്റെയും എല്ലാ രീതിയിലും അത് വളരുകയായിരുന്നു. അതിൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ 1-2 വാക്കിലൊന്നും ഒതുങ്ങുന്നതല്ലത്, അത്രയും പരന്ന് കിടക്കുന്നതാണത്. എൻ്റെയൊക്കെ ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു 18 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര വരെ പഠിച്ചാലും, അല്ലെങ്കിൽ 11 ഡിഗ്രിക്ക് ആണെങ്കിൽ ഒരു 20 വയസ്സ് വരെ മാക്സിമം വെയിറ്റ് ചെയ്തേക്കാം. അതിനൊരു പാസ്പോർട്ട് എടുക്കുക, ഗൾഫിലേക്ക് പോയിക്കോളുക. ഇതായിരുന്നു നമ്മളെ ഏട്ടന്മാരെയൊക്കെ അവർ ചെയ്യിപ്പിച്ചിരുന്ന രീതി. അതായത് നമ്മളൊരു ഫാമിലിയുടെ അങ്ങനെയുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു എനിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പിച്ചിരുന്നു, എൻ്റെ പാസ്പോർട്ട് ഒളിപ്പിച്ച് വെച്ചിരുന്നു, കൊടുക്കാതെ. എൻ്റെ കോപ്പിക്ക് ഒരു വിസ വന്നിരിക്കുന്ന ഉറപ്പാണ്. അപ്പോൾ അതിലൊന്നും പോവാതെ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം ചെയ്ത് നാട്ടിൽ തന്നെ ജീവിക്കണം, നാടകം തന്നെ ചെയ്യണം, അഭിനയിക്കണം, അതിലൂടെ ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണം, കാണിച്ചു കൊടുക്കണം മറ്റുള്ളവർക്ക് എന്നുള്ളതും വലിയ വാശിയായിരുന്നു. കാരണം നാടകക്കാരന് ഭയങ്കര പുച്ഛമാണല്ലോ പൊതുവേ സമൂഹത്തിന്. എന്ത് നാടകം, എന്താണ്, എന്തൊക്കെ മനസ്സിലാവുന്നതാണോ എൻ്റെ നാടകങ്ങളൊക്കെ എന്നൊക്കെ ചോദിക്കുന്ന ഒരു രീതി. പിന്നെ ഞാൻ തന്നെ സീരിയലൊക്കെ എത്തിയതിന് ശേഷമാണ് ഈ നാടകങ്ങൾ തന്നെ ആളുകൾ ഇത്ര കാലം അതിനെപ്പറ്റി അന്വേഷിക്കാനും പിടിക്കാനൊക്കെ തുടങ്ങി. അല്ലെങ്കിൽ ഒരു നാടകം കാണുന്ന ഒരു ഗ്രൂപ്പ് മാത്രമാണത്, അത് വാച്ച് ചെയ്യുന്ന ഒരാൾക്കാരുണ്ട്, അത് അവർ ഇടയിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നു ഇതൊക്കെ.
പക്ഷെ അതല്ല എന്ന് വരുത്തി തീർക്കുകയാണ്. പിന്നെ ഫാമിലി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആദ്യം തിരഞ്ഞെടുക്കുക നമ്മൾ ഇത് തന്നെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് തീരുമാനം എടുക്കുമ്പോൾ ചില എതിർപ്പുകൾ ഉണ്ടാവുമല്ലോ, എല്ലാ വീട്ടിൽ നിന്നുള്ളതുപോലെ. പക്ഷേ അത്ര ഭീകരമായ എതിർപ്പുകളൊന്നും ഇല്ലായിരുന്നു. പിന്നെ എൻ്റെ ഭാര്യയെ സംബന്ധിച്ച് അവളൊരു കലാകാരിയാണ്, ഒരു ഡാൻസറാണ്. അപ്പം ഞങ്ങൾ ഇതേ ചെയ്യുള്ളൂ, ഞങ്ങളെടുത്ത തീരുമാനമാണ്, അങ്ങനെ ജീവിക്കുള്ളൂ. സത്യത്തിൽ സീരിയലിൽ വരുന്നതിന് മുന്നേ തന്നെ ഒരു സിനിമയിൽ അഭിനയിച്ചു. അത് നാടകം കണ്ടിട്ട് സിബി മലയിലും ടി ആർ റസാക്കും അവർ ടീമിൻ്റെ 1000-1 സിനിമയായിരുന്നു എൻ്റെ ആദ്യത്തെ സിനിമ. അത് സിബി സാർ ഈ നാടകം കണ്ടിട്ട് വിളിച്ചതാണ്. അതിലൊരു ചെറിയ ക്യാരക്ടറായിരുന്നെങ്കിൽ പോലും അങ്ങനെ സിനിമയിൽ എത്തിപ്പെടുന്നത്. പിന്നീട് സിനിമാ ബന്ധങ്ങളാവുന്നു, സീരിയലിലേക്ക് എത്തിപ്പെടും. സീരിയലിൽ എത്തിപ്പെടുന്നത് പോലെ കായംകുളം കൊച്ചുണ്ണി എന്ന് പറഞ്ഞ സീരിയലിലാണ് ഞാൻ വരുന്നതിൽ കാക്കശങ്കരൻ എന്ന് പറഞ്ഞ കഥാപാത്രം. അത് GS അനിൽ നാടകക്കാരനാണ്, അല്ല നമ്മളെ സുഹൃത്താണ്. അല്ല അങ്ങനെയാണ് അതിലേക്ക് വരുന്ന വഴി. കാക്കശങ്കരന് ശേഷമാണ് ശ്രീ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞ സീരിയലിലേക്ക് കിംവദൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ വേണ്ടി വിളിക്കുന്നത്. കിംവദൻ ശിവൻ്റെ ഒരു നാടോടി രൂപമാണ്. അപ്പം അതുകൊണ്ട് തന്നെ കിംവദന് കുറച്ചൊരു നുസുള്ള രീതിയിലാണ് പെരുമാറ്റവും കാര്യങ്ങളും. പക്ഷേ അയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ വേണ്ടപ്പെട്ട കാര്യങ്ങളാണെന്നുള്ളതും വ്യക്തമാണ്. അതിൽ തന്നെ അത് ഒരുപാട് ഭാവങ്ങളുള്ള തലങ്ങളുള്ള ഒരു കഥാപാത്രമാണ്. അതായത് അപ്പം ഗുരുവായൂർ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു രീതിയിലായിരുന്നു ശ്രീ ഗുരുവായൂരപ്പൻ സീരിയൽ. അപ്പം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മമ്മിയൂർ എന്ന് പറയുന്നൊരു ക്ഷേത്രമുണ്ട്. അവിടെ ശിവനാണ് പ്രതിഷ്ഠ, മമ്മിയൂരപ്പൻ എന്ന പേരിൽ. അപ്പോൾ ഈ ശിവൻ ഇവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുത്തതാണെന്നുള്ളതാണ് സങ്കല്പം ഈ ക്ഷേത്രത്തിനുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് എന്നും അയാൾ അവിടെ ഉണ്ടായിരിക്കും, അയാളവിടെ വരും, അയാളവിടെ ഇത് നടത്തും, എന്താണ് എല്ലാ അന്വേഷിക്കും. അപ്പം ഞാൻ ഈ കഥാപാത്രത്തെ കണ്ട് ഈ ചരിത്രത്തെ കൂടുതൽ മനസ്സിലാക്കിയപ്പം തന്നെ അതിൽ അവതരിപ്പിക്കാൻ ഏറ്റവും നല്ല രീതിയായിട്ട് തോന്നിയത് ഒരു കാരണവർ. അയാളെ ഒരു പഴയൊരു സ്ഥലം വിറ്റു. പക്ഷെ വിറ്റ് കഴിഞ്ഞാൽ അയാൾക്ക് ആ സ്ഥലത്തോടുള്ള സ്നേഹവും കാര്യങ്ങളെ കൊണ്ടൊക്കെ ആ വീട്ടുകാരൊന്നായിട്ട് ബന്ധമൊന്നും ഇല്ലെങ്കിലും അവിടെ എന്നും വരും, അവിടുത്തെ ഒരാളാണ്. അപ്പോൾ പുറത്തുനിന്ന് പെട്ടെന്ന് വരുന്ന ഒരാൾ വിചാരിക്കും ഈ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്, അയാൾ ആരാ എന്നറിയില്ല. അപ്പം അല്ല അത് ഞങ്ങളെ വേണ്ടപ്പെട്ട ഒരാളാണെന്ന് ആ വീട്ടുകാരും പറയാൻ തുടങ്ങും. അങ്ങനെ ഒരു രീതിയിലേക്ക് അതിനെ കൊണ്ടുവരികയും വളർത്തുകയൊക്കെ ചെയ്തിട്ടാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ പറ്റിയത്. അത് ജനങ്ങൾ നന്നായി എടുത്തു എന്നുള്ളത് വളരെ സന്തോഷം. അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മളതിൻ്റെ പ്രൊഡ്യൂസർ രജപുത്ര രഞ്ജിത്തേട്ടനായിരുന്നു. രഞ്ജിത്തേട്ടൻ ആ സമയത്തായിരുന്നു റെഡ് ചില്ലീസ് ചെയ്തത്. റെഡ് ചില്ലീസിലെ ലാലേട്ടൻ്റെ ഓപ്പോസിറ്റുള്ള പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ വേണ്ടി രഞ്ജിത്തേട്ടൻ വിളിക്കുകയായിരുന്നു. പക്ഷെ ആ സിനിമ കഴിഞ്ഞിട്ട് ഷാജി കൈലാസ് ആയിരുന്നു അദ്ദേഹമായിരുന്ന സംവിധായകൻ. ആ സിനിമ കഴിഞ്ഞിട്ട് ഒരു 4 വർഷം എനിക്ക് വേണ്ടത്ര രീതിയിൽ സിനിമകളൊന്നും വന്നില്ല. ഒരു 3-4 സിനിമയൊക്കെ ഞാൻ ഇതിന് ശേഷം ചെയ്തിട്ടുള്ളൂ. പക്ഷെ വീണ്ടും രജപുത്ര രഞ്ജിത്തേട്ടൻ തന്നെ ഈ ലെഫ്റ്റ് എന്ന് ഒരു സിനിമ എടുക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടെന്ന്, അത് നീ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ വിചാരിച്ചൊരു ചെറിയ കഥാപാത്രമായിരിക്കും എന്നുള്ളതാണ്. പക്ഷെ അതല്ല, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണെന്ന് മനസ്സിലാവും അവരെ കണ്ടു കഴിഞ്ഞപ്പോഴാണ്. അപ്പോൾ ഞാൻ കുറേ മുടിയൊക്കെ നീട്ടിയ സമയമായിരുന്നു. അപ്പോൾ സിനിമയിലേക്ക് വേണ്ടി അങ്ങനെ ഒരു അവസരം വരുമ്പം മുടി വെട്ടാം എന്ന് ഞാൻ തീരുമാനം എടുത്തിരുന്നു. അപ്പം ഇത്രയും നല്ലൊരു കഥാപാത്രമായപ്പം അത് ഉറപ്പിച്ചു. അത് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വർക്കൗട്ടായി. അതിനുശേഷമാണ് സിനിമയിൽ, പിന്നെ സീരിയലിൽ അഭിനയിക്കേണ്ടി വന്നിട്ടില്ല, സിനിമയിൽ തന്നെ അവസരങ്ങൾ വരാൻ തുടങ്ങി. ഇവരൊക്കെയല്ലേ നിന്റെയൊക്കെ നേതാക്കന്മാർ? ഇവരെന്തിനാടാ ഇത്രയും ചിരിക്കണ്? ഇത്രയൊക്കെ ചിരിക്കാൻ മാത്രം ഇവിടെ എന്ത് മലമറിച്ചിട്ടാടാ? ഗവൺമെന്റ് നടത്തുമ്പം കാശൊക്കെ അടിക്ക, പക്ഷേ ഒന്നിനു ശേഷമുള്ള പൂജ്യങ്ങൾക്ക് ഒരു കണക്കുണ്ട്. ആ കണക്ക് തെറ്റിച്ചെന്റെ ചിരിയാ. ഈ കൈതേരി സഹദേവൻ എന്ന് പറയുന്ന കഥാപാത്രം, അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഒരു മാസം മുൻപ് തന്നെ കിട്ടിയിരുന്നു. അതുകൊണ്ട് നല്ല ഹോംവർക്ക് ചെയ്യാനുള്ള സമയം കിട്ടിയിരുന്നു. സത്യത്തിൽ അത് ഹോംവർക്ക് ചെയ്യുമ്പോഴും അത് ശേഷം ഒരുപാട് ആളുകളുടെ ചോദ്യം, അത് ജീവിച്ചിരുന്ന ആരെങ്കിലും ആണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ സത്യത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയോ കാര്യങ്ങളോ വെച്ച് നമ്മൾ അത്തരം ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് വെറും ഒരു മിമിക്രിയുടെ ലെവലിലേക്ക് താന്നു പോയിരുന്നു. സത്യത്തിൽ അതല്ലല്ലോ ഉണ്ടായത്. അപ്പോൾ അതിനു വേണ്ടി ചെയ്ത ഹോംവർക്കിൽ നമ്മൾ ആരുടെയും പേര് തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ടില്ലായിരുന്നു. മുരളി ഗോപിയായിട്ടോ അരുൺകുമാർ അരവിന്ദായിട്ടോ ഒന്നും അത്തരം ചർച്ചകൾ നടന്നിട്ടില്ല. പകരം ആ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പം അതിൽ 3 തലമുറയെ
യുടെ കാര്യങ്ങളാണ് എടുത്തു പറയുന്നത് ഈ കൈതേരി സഹോദരൻ. അതിലാദ്യത്തെ ഒരു കൈതേരി രാമൻ എന്ന് പറയുന്ന സ്ക്രിപ്റ്റിൽ മാത്രം പരാമർശിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. അയാൾ സിനിമയിൽ വരുന്നില്ല. പിന്നെ അയാളുടെ മകനായ കൈതേരി അമ്പു, പിന്നീട് കൈതേരി ചാത്തു, അമ്പു രണ്ട്. അതിൽ ചാത്തു എന്ന കഥാപാത്രത്തെ ഞാൻ തന്നെയാണ് അവതരിപ്പിച്ചത്. അയാളുടെ മകനാണ് കൈതേരി സഹദേവൻ. അപ്പോൾ ഈ രാമൻ എങ്ങനെ നടക്കും, രാമൻ്റെ ഒരു അന്നത്തെ ജന്മികളുടെയൊക്കെ ഇടയിലുള്ള രാമൻ്റെ നടത്തം, രാമൻ്റെ മനസ്സ്, ഇതൊക്കെയായിരുന്നു നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തു. അതിൽ നിന്ന് ചാത്തുവിലേക്ക്, ചാത്തുവിൽ നിന്ന് സഹദേവനിലേക്ക്. സഖാവേ, ഇതെന്തു തോന്നിയാസം? മിണ്ടരുത്. ഓട്ടപ്പറപ്പിന്റെ ചോര പാതി തെങ്ങിലും പാതി കമ്മ്യൂണിസ്റ്റ് പച്ചയിലും വീണ് കിടക്കുന്നത് കണ്ടിട്ട് ഈ തോന്നിയാസെങ്കിലും ഞാൻ കാണിച്ചില്ലെങ്കിൽ ഞാൻ പിന്നെ മനുഷ്യനല്ല, മാർക്സിസ്റ്റ് അല്ല, പിന്നെ പാർട്ടിന്റെ കൊടിയും പിടിച്ച് നടക്കേണ്ട കാര്യമില്ല. സഹദേവനിൽ എത്തിപ്പെടുമ്പോഴത്തേക്ക് രാമൻ്റെ വളഞ്ഞ ശരീരം ഉയർന്ന് വിരിഞ്ഞ മാറായി മാറുന്ന ഒരു ചേഞ്ച് ഉണ്ട്. അതൊക്കെ ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആലോചിച്ചതും കൊണ്ടുപോയതൊക്കെ. അപ്പം ഒരു പക്ഷേ അത്തരം ഗൃഹപാഠങ്ങളായിരിക്കാം അത് കഥാപാത്രത്തെ അത്രത്തോളം ചർച്ച ചെയ്യപ്പെടാൻ കാരണം എന്ന് തന്നെ ഞാൻ കരുതുന്നു. CPM-ൻ്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ ഭീഷണിയോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ നിമിഷം വരെ ഒരു തരത്തിലും ഉണ്ടായിട്ടില്ല. സിനിമയ്ക്ക് എന്നല്ല, എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ, യാതൊരു അർത്ഥത്തിലും ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു കഥാപാത്രം കാണുമ്പം അത് ഒരു പ്രത്യേക ആളാണോ എന്ന് മാത്രമല്ല എന്നോട് ചോദിച്ചത്. പല ആൾക്കാർ അതിന് മുൻപുള്ള ജീവിച്ചിരുന്ന പല നേതാക്കന്മാരുടെ തന്നെ പേരുകളൊക്കെ എടുത്ത് ചോദിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത് അതൊരു പ്രത്യേക വ്യക്തിയല്ലെന്നും ഏതെങ്കിലും ഒരു പ്രത്യേകിച്ച് ഒരു വടക്കൻ കേരളത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവം എന്താണെന്നും ആ മണ്ണിൽ വളർന്നു വരുന്ന ഒരു നേതാവ് ഒരു പ്രത്യേക ഘട്ടം കഴിയുമ്പം അയാളുടെ രീതികൾ, മാറ്റങ്ങൾ, അതൊക്കെ അത്തരം കാര്യങ്ങളൊക്കെയാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് ഒന്നുമല്ല അത് ചർച്ച ചെയ്തതും. അതിനെപ്പറ്റി അങ്ങനെ ഒരു ചർച്ച ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുമില്ല. ലെഫ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ വന്നൊരു ഇതായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു തലയുടെ മുഴുവൻ ഭാഗവും ഷെയ്വൊക്കെ ചെയ്തിട്ടാണ് അത് ചെയ്തത്. വൈശാഖും വളരെയധികം അയാളുടെ ഒരു സിനിമ എന്നുള്ള നിലയിൽ ഏറ്റവും അധികം ആത്മാവ് സമർപ്പിച്ചൊരു സിനിമ തന്നെയായിരുന്നു വിശുദ്ധൻ. ഭയങ്കര നല്ല രസമുള്ള ഒരു കഥാപാത്രമായിരുന്നു. അത് ആർമതിച്ച് ചെയ്യാൻ പറ്റുന്നൊരു ക്യാരക്ടറായിരുന്നു. വേണ്ട വേണ്ട, മോള് പ്രാർത്ഥിച്ചോ. വാവച്ചായനും കൂടെ വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. വാവച്ചായനൊരു പാപം ചെയ്യാൻ പോവുക. മോള് കോടതി പോയി സാക്ഷി പറഞ്ഞ വാവച്ചായൻ കഷ്ടപ്പെട്ട് നേടിയതൊക്കെ നഷ്ടമാവും. അതുകൊണ്ടാ. വേണ്ട 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 മോളെ, മോള് പ്രാർത്ഥിച്ചോ. മോള് പ്രാർത്ഥിച്ച ദൈവം കേൾക്കും. അയാൾക്ക് അയാളുടെ കുട്ടിയോടും അയാളുടെ മകൻ്റെ മകനോടൊക്കെ ഉണ്ടാകുന്ന വാത്സല്യം, അതേ വാത്സല്യം നിലനിൽക്കുമ്പോൾ തന്നെ അയാൾ കാട്ടിക്കൂട്ടുന്ന, അതായത് പണത്തിനും അധികാരത്തിനും വേണ്ടി അയാൾ ചെയ്തു കൂട്ടുന്ന ചില പ്രവൃത്തികളും അത് ഒരേ സമയത്ത് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ അങ്ങനെയുള്ളൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുക എന്നുള്ളത് തന്നെ ഒരു വെല്ലുവിളിയുമാണ്, അതേ സമയത്ത് സന്തോഷം നിറഞ്ഞതുമാണ്. അത് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു വിശുദ്ധൻ. ഞാനെന്ന് പറയുന്നത് ഒന്നാമത് രഞ്ജിയേട്ടൻ്റെ ഒരു കൂടെയുള്ള ആദ്യത്തെ പടമായിരുന്നു ഞാൻ. ആ സിനിമ അറിയാലോ, അത് ഒരുപാട് ഫെസ്റ്റിവലുകളിലൊക്കെ പോയൊരു സിനിമയാണ്. അതിലുപരി രഞ്ജിയേട്ടൻ്റെ തന്നെ നമുക്ക് അദ്ദേഹത്തിന് രണ്ട് രീതിയിലുള്ള സിനിമ എടുക്കുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് തന്നെ കൈവച്ച് പറയാവുന്നൊരു സിനിമകളിലൊന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചറുള്ളൊരു സിനിമയാണ് ഞാൻ. പിന്നെ കൂട്ടൂരും ജീവിതം നമ്മളെല്ലാവരും വായിച്ചതുമാണ്. അപ്പം ആ നോവൽ വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് എങ്ങനെ ഇങ്ങനെ ഒരു സിനിമയുടെ ഒരു ഇതിലേക്ക്, ഫ്രെയിമിലേക്ക് എങ്ങനെ ഇതിനെ കൊണ്ടുവരും എന്നുള്ളത് ആരും ചിന്തിച്ചു പോകുന്നതാണ്. അപ്പോൾ അതിൽ ഈ നകുലൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാനാണ് ഞാൻ ചെന്നത്. അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിൽ നാടകപ്രവർത്തകനായ ആസാദാണ് നകുലനെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നാടകപ്രവർത്തകനായ ആസാദിനെ അവതരിപ്പിക്കണം. അത് എനിക്ക് എൻ്റെ നാടകകാലത്തെ മുൻപരിചയങ്ങളൊക്കെ കുറച്ച് എളുപ്പമുള്ള സാധനം. പിന്നെ അത് നകുലനെ കൂടാതെ തന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് EMSനെ അവതരിപ്പിക്കേണ്ടി വന്നത്. അത് വളരെ സന്തോഷം നൽകിയിരുന്നു. കാരണം നമ്മൾ
ഒരു തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ലോകത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നയിച്ച EMS നമ്പൂതിരിപ്പാടിനെ പോലെയുള്ള കേരള ചരിത്രം എന്ന് പറയുമ്പോൾ കേരളം എന്ന് പറയുമ്പോൾ തന്നെ കൂടെ ഓർക്കാവുന്ന ഒരു മുഖം, അങ്ങനെയുള്ള ഒരാളെ കുറച്ച് നേരത്തേക്ക് ആണെങ്കിലും ഒരു സ്ക്രീനിലൊന്ന് മിന്നി മറയാൻ സാധിക്കുന്ന നമ്മളുടെ ഒരു നടന് കിട്ടുന്ന ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ് അത് കരുതുന്നു. അതൊന്നും കൂടാതെ നാലാമത്തെ ഒരു കഥാപാത്രം, അങ്ങനെ 4 കഥാപാത്രങ്ങൾ ഞാൻ ചെയ്തതായിരുന്നു. 4ാമത്തെ കഥാപാത്രം രഞ്ജിയേട്ടൻ ആ സമയത്താണ് പറഞ്ഞത്, നീയാണെന്ന് തെയ്യം കെട്ടുന്നത്. അങ്ങനെ ആ തെയ്യം കെട്ടാൻ വേണ്ടി ആ തെയ്യം ഒറിജിനൽ തെയ്യം കലാകാരന്മാരുടെ മുന്നിലാണ് നമ്മളത് കിടന്നു കൊടുക്കുന്നത്. അപ്പം ഭക്ഷണവും വെള്ളമൊന്നും അധികം കഴിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അത് ഒരു പുലർച്ചെ വരെ നീണ്ടുപോകുന്ന ഷൂട്ടായിരുന്നു. അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. അത് തെയ്യമൊക്കെ കെട്ടി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അമ്മത്തെയ്യമായിരുന്നു. ഭയങ്കര രസമായിരുന്നു അത് ചെയ്തത്. EMSനെ അത് നമ്മൾ മിമിക്രിയുടെ ഒരു സാധനമല്ല ചെയ്തത്, അതായത് ഒരു നാടകത്തിലൊരു പോർഷനാണല്ലോ EMS വരുന്ന ഒരു ഭാഗമാണ്. ഇപ്പോൾ EMSൻ്റെ ഒരു പട്ടാമ്പി ഭാഷയുടെ ഒരു രീതിയുണ്ട്, പിന്നെ അദ്ദേഹത്തിന് ജന്മനാടുള്ള ഒരു വിക്കിൻ്റെ സാധനമുണ്ട്. അപ്പോൾ നമ്മൾ ആ വിക്ക് എന്ന് പറയുന്ന ഭാഗം പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഷാരീതിയെ മാത്രം ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹത്തെ അവതരിപ്പിച്ചത്. അത് രഞ്ജിയേട്ടൻ്റെ നിർദ്ദേശമായിരുന്നു, അങ്ങനെ നമുക്ക് അങ്ങനെ ചെയ്യേണ്ട. EMSനെ നമ്മൾ എല്ലാ ബഹുമാനത്തോടും കൂടി തന്നെയാണ് അവതരിപ്പിച്ചത്.